ആ ചിപ്സ് നമ്മൾ കോരി നല്ല ടേസ്റ്റി ആയിട്ട് ഉപ്പ് കൊടുത്തിട്ടുണ്ട്, മഞ്ഞളുടെ കളറും. ആ കറിവേപ്പിലൊക്കെ ഇട്ടപ്പോൾ വേറെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. ഞാൻ വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ബേസിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കാം. കയ്യിലല്പം ഓയിൽ വരട്ടിക്കണം. തിക്കാൻ നമുക്ക് ഓരോന്നങ്ങോട്ട് പൊളിച്ചിടാം. ഇത് പൊളിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. എൻ്റെ ചെവിട് വെച്ചിട്ട് ചത്തിരി ചെവിട് വെച്ച് ഇങ്ങനെ ആക്കി ഇങ്ങനെ പൊളിച്ചാൽ കണ്ടുണ്ട്. അപ്പം അധികം കറ നമ്മുടെ കയ്യിൽ ആവില്ല. പൊളത്തിയെടുക്കും. ഓക്കെ, നല്ല വൃത്തിയായി അതൊന്ന് ഈ മഞ്ഞൾ വെള്ളത്തിനകത്ത്. അതേപോലെ ഇതെല്ലാം നമുക്ക് ഒന്ന് പൊളിച്ചിട്ട് ഇതാ എല്ലാം നമ്മൾ ആ മഞ്ഞൾ വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും ചേർന്ന വെള്ളമാണ് ഇത് അതിനകത്ത് ഇട്ടിരിക്കുക. ഇനി അതിനകത്തോട്ട് തന്നെ ഒരേ വലിപ്പത്തിൽ അളവിൽ കട്ട് ചെയ്തിടുക. ഈ ഉപ്പും മഞ്ഞളും വെള്ളത്തിൽ തന്നെ വീഴണം. അതിനകത്ത് ഒരു അരമണിക്കൂർ ഈ കാക്കടക്കണം. അതെല്ലാം നമ്മൾ ആ മഞ്ഞൾ വെള്ളത്തിൽ അരിഞ്ഞിട്ടു. ഇതിങ്ങനെ ഈ ഉപ്പും മഞ്ഞളുള്ള വെള്ളത്തിൽ ഒരമണിക്കൂർ കിടക്കണം. അപ്പം നമ്മളെടുക്കുന്ന ഈ ചിപ്സ് നല്ല ക്രിപ്സി ആയിട്ടിരിക്കും. കൈകൊണ്ട് തന്നെ അരിഞ്ഞെടുത്ത് ഈ ചിപ്സ് ഉണ്ടാക്കി നല്ല ക്രിപ്സി ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കയ്യിൽ കറയാവുന്നു പേടിച്ച് കണ്ട് എന്തെങ്കിലും കറയായോ? ഇല്ല, അല്പം എണ്ണ തൂത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഒരമണിക്കൂർ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. ഇത് അരമണിക്കൂറായി. ഇനി നമുക്ക് ഈ കണ്ണാപ്പയിലോട്ട് കുഴിയുള്ള പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് വാരിയിടാം. എൻ്റെ വെള്ളമെല്ലാം ഒന്ന് പോകണം. ആ കായയുടെ വെള്ളം ഇച്ചിരി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്ന് കുറേ കറിവേപ്പില ഊരിയെടുക്കണം. വെളിച്ചെണ്ണ ചൂടായി. വെളിച്ചെണ്ണ തന്നെ എടുക്കണം ഇത് വറുക്കാൻ. ആദ്യമായിട്ട് നമ്മൾ ആ എടുത്ത കറിവേപ്പില ഉണ്ടല്ലോ, അതൊന്ന് വറുത്തേക്ക് കോരിയെടുക്കാം. ആ കറിവേപ്പില മൂട്ടും ഇതിന് കോരി. ഇനി ആ ഓയിലിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിപ്സ് ഇട്ട് കൊടുക്കാം. മാറി മാറി കിടക്കത്തൊക്കെ വേണ്ടത് ഇട്ട് കൊടുക്കും. അത് നല്ല വൃത്തിയായിട്ട് നമുക്കിനി കോരിയാം. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമുക്കിനി കോരിയാം. പെട്ടെന്ന് നമ്മൾ ആ ചിപ്സ് എല്ലാം വറുത്ത് കോരി ഉണ്ടോ. കറിവേപ്പിലയുടെ ഒക്കെ ഇട്ടപ്പോൾ പ്രത്യേക ഒരു മണവും ഉണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതേപോലെ നല്ലൊരു റെസിപ്പിയുമായി കടന്നു വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.